ഹായ് മക്കളെ, IT ക്വിസുമായി ബന്ധപ്പെട്ട പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. ഓരോ ചോദ്യവും ടീച്ചർ 2 തവണ വായിക്കും. അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഉത്തരം കിട്ടാത്ത കൂട്ടുകാർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം മോക്ക് ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്യുക. ചോദ്യം 1. വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈനാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈനാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം സമ്പൂർണ്ണ. ചോദ്യം 2. യൂട്യൂബ് പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? യൂട്യൂബ് പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 2005. ചോദ്യം 3. QR കോഡിൻ്റെ പൂർണ്ണരൂപം എന്താണ്? QR കോഡിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ക്വിക്ക് റെസ്പോൺസ് കോഡ്. ചോദ്യം 4. ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമായ വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം എന്നാണ്? ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമായ വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം എന്നാണ്? ഉത്തരം 2001. AI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? AI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ചോദ്യം 6. AIയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? AIയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഉത്തരം ജോൺ മക്കാർത്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ജോൺ മക്കാർത്തി, 1956. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപജ്ഞാതാവായി കരുതുന്ന ജോൺ മക്കാർത്തി. ചോദ്യം 9. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡലിൻ്റെ പേര് എന്താണ്? മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡലിൻ്റെ പേര് എന്താണ്? ഉത്തരം അറോറ. ചോദ്യം 10. കേരളത്തിലെ ആദ്യ AI ആൻഡ് റോബോട്ടിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ AI ആൻഡ് റോബോട്ടിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കര. ചോദ്യം 11. പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ്? പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ്? ഉത്തരം ഡിജിപിൻ. ചോദ്യം 12. സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 13. ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഉത്തരം അമിറ്റി യൂണിവേഴ്സിറ്റി. ചോദ്യം 14. കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വാക്കാണ്? കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വാക്കാണ്? ഉത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ചോദ്യം 15.
മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി AI ആങ്കർ വാർത്ത വായിക്കുന്ന 24x7 ചാനൽ ഏതാണ്? മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി AI ആങ്കർ വാർത്ത വായിക്കുന്ന ന്യൂസ് ചാനൽ ഏതാണ്? ഉത്തരം മീഡിയ 1. വാർത്ത വായിച്ച AI അവതാരകന്റെ പേര് ഇവാൻ. ചോദ്യം 16. ഇന്ത്യയിലെ ആദ്യ AI ആൻഡ് റോബോട്ടിക് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI ആൻഡ് റോബോട്ടിക് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ബംഗളൂരു. ചോദ്യം 17. അടുത്തിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഗവേഷണത്തിന് $1 മില്യൺ ഗ്രാന്റ് ലഭ്യമായ ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനം ഏതാണ്? അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗവേഷണത്തിന് $1 മില്യൺ ഗ്രാന്റ് ലഭിച്ചു ഒരു ഗവേഷണ സ്ഥാപനമുണ്ട്. അത് ഏതാണ്? ഉത്തരം IIT മദ്രാസ്. ചോദ്യം 18. ഇന്ത്യയുടെ AI തലസ്ഥാനം അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ AI തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഹൈദരാബാദ്. ചോദ്യം 19. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച AI പ്രോസസ്സർ ഏതാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതാണ്? ഉത്തരം കൈരളി. ചോദ്യം 20. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി ഏതാണ്? ഉത്തരം കേരള ഹൈക്കോടതി. ചോദ്യം 21. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപികയുടെ പേര്? കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപികയുടെ പേര്? ഉത്തരം ഐറിസ്. മക്കളെ, ചിത്രം തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക, ഐറിസ് എന്നാണ് പേര്. ഓക്കെ. ചോദ്യം 22. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക പരിശീലനം എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപക പരിശീലനം എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം കേരളം. ചോദ്യം 23. കൊടുത്തിരിക്കുന്ന ചിത്രം തിരിച്ചറിയുക. ലോകസഭാംഗത്വം ഏത് മണ്ഡലത്തിൽ നിന്നാണ്? CHന്റെ ആദ്യത്തെ ലോകസഭാംഗത്വം ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഉത്തരം ChatGPT. ചോദ്യം 24. ChatGPT നിരോധിച്ച രാജ്യം ഏതാണ്? ChatGPT നിരോധിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇറ്റലി. ചോദ്യം 25. ChatGPTക്ക് ബദലായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ചാറ്റ്ബോട്ട് ഏതാണ്? ChatGPTക്ക് ബദലായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ചാറ്റ്ബോട്ട് ഏതാണ്? ഉത്തരം കൃത്രിം. ചോദ്യം 26. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ഏതാണ്? ഉത്തരം ലക്നൗ. ചോദ്യം 27. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ചാണ്? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ചാണ്? ഉത്തരം ബ്രിട്ടൻ.
ചോദ്യം 28. ലോകത്തിൽ ആദ്യമായി AI നിയന്ത്രണ നിയമം പാസ്സാക്കിയത്. ലോകത്തിൽ ആദ്യമായി AI നിയന്ത്രണ നിയമം പാസ്സാക്കിയത് എവിടെയാണ്? ഉത്തരം യൂറോപ്പ്. ചോദ്യം 29. ഇന്ത്യയുടെ ആദ്യത്തെ AI ചാറ്റ്ബോട്ടിൻ്റെ പേര് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ AI ചാറ്റ്ബോട്ടിൻ്റെ പേര് എന്താണ്? ഉത്തരം ലെക്സി. ചോദ്യം 30. ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമയുടെ പേര് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയുടെ പേര് എന്താണ്? ഉത്തരം ഇറ. ഇറ എന്നാണ് മിക്ക ചോദ്യപേപ്പറിലും കാണാറുള്ളത്. ഇനി നിങ്ങൾക്ക് ഓപ്ഷനിൽ അത് തന്നിട്ടില്ലെങ്കിൽ മാത്രം മോണിക ഒരു AI സ്റ്റോറി എന്ന ഉത്തരം എഴുതിക്കോളൂ കേട്ടോ. ഇറയാണ് കറക്റ്റ് ആൻസർ. മറ്റേ ആൻസർ ഓപ്ഷനിൽ അത് മാത്രമേ ഉള്ളൂ വെച്ചാൽ മോണിക ഒരു AI സ്റ്റോറി എന്ന് എഴുതിക്കോളൂ. ചോദ്യം 31. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി ഏത് പേരിൽ അറിയപ്പെടുന്നു? അതായത് AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബ്ലെച്ച്ലി ഉടമ്പടി. ചോദ്യം 32. XAI എന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? XAI എന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം എലോൺ മസ്ക്. ചോദ്യം 33. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം UAE. ചോദ്യം 34. നിർമ്മിത ബുദ്ധി കേരളത്തിൽ ഹമ്പ് ആരംഭിക്കുന്നത് എവിടെയാണ്? നിർമ്മിത ബുദ്ധി കേരളത്തിൽ ഹമ്പ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി. ചോദ്യം 35. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാജ്യത്തെ ആദ്യ വാട്സപ്പ് ചാറ്റ് ബോട്ട് ഏതാണ്? വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ ചാറ്റ് ബോട്ട് ഏതാണ്? ഉത്തരം മായ. ചോദ്യം 36. കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചി. ചോദ്യം 37. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ചോദ്യം 38. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഏതാണ്? ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഏതാണ്? ഉത്തരം വിക്കിപീഡിയ. ചോദ്യം 39. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ആരാണ്? ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ആരാണ്? ഉത്തരം പ്രഗ്യാ മിശ്ര. ചോദ്യം 40. 2025 മെയ് മാസത്തിൽ ഗൂഗിൾ ഒരു AI അധിഷ്ഠിത 3D വീഡിയോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഏത് പേരിലാണ് അത്? 2025 മെയ് മാസത്തിൽ ഗൂഗിൾ ഒരു AI അധിഷ്ഠിത 3D വീഡിയോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഏത് പേരിലാണ് ആരംഭിച്ചത്? ഉത്തരം
ഗൂഗിൾ ബീം. ചോദ്യം 41. ഗൂഗിളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഗൂഗിളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം അമേരിക്കയിലെ മൗണ്ട് വ്യൂ നഗരം. ചോദ്യം 42. കമ്പ്യൂട്ടറിന് മുന്നിൽ സദാസമയവും ചിലവഴിക്കുന്നവരെ വിളിക്കുന്ന പേര് എന്താണ്? കമ്പ്യൂട്ടറിന് മുന്നിൽ സദാസമയവും ചിലവഴിക്കുന്നവരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം മൗസ് പൊട്ടാറ്റോ. ചോദ്യം 43. ഗൂഗിളിൻ്റെ ഹോം പേജിൽ കാണുന്ന ചിത്രത്തിൻ്റെ പേര് എന്താണ്? ഗൂഗിളിൻ്റെ ഹോം പേജിൽ കാണുന്ന ചിത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഡൂഡിൽ. ചോദ്യം 44. ഹാക്കർ എന്ന കമ്പ്യൂട്ടർ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഹാക്കർ എന്ന കമ്പ്യൂട്ടർ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം തുണ്ടം തുണ്ടമായി മുറിക്കുന്നവൻ. ചോദ്യം 45. ആദ്യത്തെ മൊബൈൽ സർവകലാശാല ഏത് രാജ്യത്താണ് നിലവിൽ വന്നത്? ആദ്യത്തെ മൊബൈൽ സർവകലാശാല ഏത് രാജ്യത്താണ് നിലവിൽ വന്നത്? ഉത്തരം ജപ്പാൻ. ചോദ്യം 46. ഏത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി ആദ്യമായി അവതരിപ്പിച്ചത്? ഏത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ആപ്പിൾ. ചോദ്യം 47. IoT എന്തിനെ സൂചിപ്പിക്കുന്നു? IoT എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ചോദ്യം 48. ലോഗരിതം പട്ടിക കണ്ടുപിടിച്ചത് ആരാണ്? ലോഗരിതം പട്ടിക കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോൺ നേപ്പിയർ. ചോദ്യം 49. ഇന്ത്യയിലെ ഗ്രാമീണർക്കായി ജുഗൽബന്ദി എന്ന പേരിൽ ബഹുഭാഷ AI ചാറ്റ്ബോട്ട് പുറത്തിറക്കിയ കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ഗ്രാമീണർക്കായി ജുഗൽബന്ദി എന്ന പേരിൽ ബഹുഭാഷ AI ചാറ്റ്ബോട്ട് പുറത്തിറക്കിയ കമ്പനി ഏതാണ്? ഉത്തരം മൈക്രോസോഫ്റ്റ്. ചോദ്യം 50. തീവണ്ടി തട്ടി ആനകൾക്കുണ്ടാകുന്ന അപകടം തടയാൻ റെയിൽവേ അവതരിപ്പിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? അതായത് തീവണ്ടി തട്ടിയിട്ട് ആനകൾക്കുണ്ടാകുന്ന അപകടം തടയാൻ റെയിൽവേ അവതരിപ്പിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി സംവിധാനം ഏതാണ്? ഉത്തരം ഗജരാജ സുരക്ഷ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിർമ്മിത ബുദ്ധി അഥവാ AI ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച അസിസ്റ്റൻറ്റിൻ്റെ പേര്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച അസിസ്റ്റൻറ്റിൻ്റെ പേര് എന്താണ്? ചോദ്യം 2. പൂർണ്ണമായും AI സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? പൂർണ്ണമായും AI സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.